വെച്ചിടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ആ മാങ്ങ എടുത്ത് നീളത്തിലരിഞ്ഞ് പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് അരിയുന്നതോ പൊരിക്കുന്നതൊന്നും വീടെടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് നമുക്ക് കാണട്ടോ. പിന്നെ നമുക്ക് മസാലക്കൂടിനായിട്ട് വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, കായം, കരിവേപ്പില ഇതൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ. പിന്നെ വേറെ പാത്രത്തിലേക്ക് നമുക്ക് ഉലുവയും നമ്മുടെ കടുകും കൂടി ഇട്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് രണ്ടും പൊടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സിനകത്തേക്ക് ഈ 2 പൊടിയും അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത ഈ ഇതിലേക്ക് നമ്മളെ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ മാങ്ങ പൊരിച്ച് വെച്ച എണ്ണ ഒരു 3 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങ ആയി കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കുമ്പോൾ ഇനി ഉപ്പ് വേണമെങ്കിൽ അപ്പം ഇട്ട് കൊടുത്താൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ പുതിയ വീഡിയോ വീണ്ടും ഇതിലേക്കും ബൈ.